ഒരു പാവം മനുഷ്യനാണ് മോഹൻലാൽ. അദ്ദേഹം നിഷ്കളങ്കനാണ്. അദ്ദേഹം ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കും. അങ്ങനത്തെ ഒരു ശുദ്ധഗതിക്കാരനാണ്. അങ്ങനത്തെ ആ ശുദ്ധഗതിക്കാരന് പറ്റുന്ന പറ്റൊക്കെ ഇപ്പോൾ മോഹൻലാലിന് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ ചെലവ് ചെയ്തെടുത്ത പടമാണ് ബറോസ്. ആ പടം എടുത്തിട്ട് അമേരിക്കക്കാർക്ക് നല്ല ഉപകാരം കിട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള എല്ലാ ടെക്നീഷ്യൻ വർക്കുകളും ഫോറിനിലായിരുന്നു. അവർക്ക് നല്ല പൈസ കിട്ടി. ഇദ്ദേഹം ഇവിടെ ഈ സിനിമയുടെ ലൊക്കേഷനിൽ ലൈറ്റത്തും മഴയത്തും വെയിലത്തും കിടന്ന് കഷ്ടപ്പെട്ട് അഭിനയിച്ച പൈസ അത് കൊണ്ടുവന്ന് അമേരിക്കക്കാർക്ക് കൊടുത്തു. ഇതാണ് പറയണത്. എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലെ, താങ്കൾ വലിയൊരു നടനാണ്. 100% ഈ സിനിമേനെ സ്നേഹിക്കുന്ന വ്യക്തി അദ്ദേഹം. 1% പോലും അദ്ദേഹത്തിന് സിനിമ വിട്ടുള്ള ഒരു കളിയില്ല. കുടുംബം പോലും സിനിമ വിട്ടിട്ട് മാത്രമേ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും. ഈ സിനിമയിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ച് കിട്ടുന്ന കാശെല്ലാം മുമ്പിൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് മുടക്കുന്നത്. ആ ഇൻഡസ്ട്രിയിൽ മുടക്കുമ്പോൾ ആ പൈസയ്ക്ക് ഗവൺമെൻറ്റിന് വലിയൊരു ടാക്സ് കിട്ടുന്നു, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, ഒരുപാട് ആൾക്കാരെ സംഭവങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കുക, അത് സംവിധാനം ചെയ്യും, ഇത് ഗംഭീരമായിട്ട് ഓടും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കുഴിയെ ചാടിച്ച് ബറോസ് എന്നും പറഞ്ഞ് സിനിമ ഇടിപ്പിച്ചത്. ഒരു കാരണവശാലും ലാലേട്ടൻ ഇങ്ങനെ ഒരു പടം എടുക്കാൻ പാടില്ലായിരുന്നു. ലാലേട്ടൻ ഒരു പടത്തിൽ അഭിനയിച്ച 10 കോടി 11 കോടിയൊക്കെ കിട്ടണത്, 8 കോടിയൊക്കെ കിട്ടണതാണ്. ആ 8 കോടി ഇതിന് കിട്ടിയില്ല. മറ്റ് പല പടത്തിൽ അഭിനയിച്ച, പരസ്യത്തിൽ അഭിനയിച്ച കാശ് മുഴുവൻ കൊണ്ടുവന്നിട്ട് പണ്ടാറടങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഒരു ഉപകാരം കിട്ടിയില്ല. വാൾ പോസ്റ്റ് ഒട്ടിച്ച പശേര കാശ് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. എന്നിട്ടാണ് അവർ സിനിമയുടെ മൊത്തം കാശ് കിട്ടുന്നതാണെങ്കിൽ ഇപ്പോൾ സാറ്റലൈറ്റ് എടുത്ത ആൾക്കാർ വരെ പെട്ടിരിക്കുക. ഇതുവരെ തിയേറ്ററിൽ ഓടാത്ത പടം ടി വിയിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ കാണുമോ? സ്പോൺസേഴ്സിനും കിട്ടില്ല. അവരും പറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഹിന്ദിയിൽ, തമിഴിൽ, തെലുങ്കിലൊക്കെ കളിപ്പിക്കാം, ഇംഗ്ലീഷ് വരെ കളിപ്പിക്കാമെന്ന് പ്രതീക്ഷിച്ചാൽ അല്ല, ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. അതുമില്ല. പടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പടം. ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇന്നത്തെ കുട്ടികളൊന്നും ഇങ്ങനത്തെ പടം കാണാൻ പോവില്ല. നിങ്ങൾ ആ മാർക്കോ കാണാൻ ചെല്ല്, അവിടെ ഇനി കുട്ടികളുടെ ബഹളം. അവർക്കൊക്കെ അങ്ങനെയുള്ള വയലൻസും ഇടിയും ഫൈറ്റും അതൊക്കെ ഇനി അവർക്ക് ഇഷ്ടപ്പോൾ. അവർക്ക് ഈ ഭൂതത്തിൻ്റെ കഥയോ, ഭൂതം നിധി കാത്ത കഥയോ ഇതൊന്നും ഇവർക്ക് ദഹിക്കില്ല. ഇവരൊക്കെ യൂട്യൂബിൽ വന്നാൽ പോലും ഇവർ ഇങ്ങനെയുള്ള കഥകളോ അല്ലെങ്കിൽ വല്ല കോമിക്കിൽ വന്നാലും അവരൊന്നും അത് കാണില്ല. അവരൊക്കെ കുട്ടികളൊക്കെ കുട്ടിച്ചാത്ത ഇറങ്ങിയ കാലത്തുള്ള കുട്ടികളൊന്നല്ല ഇപ്പോൾ. കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഒരു 30 വയസ്സായ കുട്ടികളെ പോലെ, വലിയ ആളുടെ പോലെയാണ് ഇപ്പോൾ ഒന്ന് കുട്ടികൾ പെരുമാറുന്നത്. 30 വയസ്സായുള്ള മനസ്സിൽ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികൾ ഈ ബറോസ് കാണാൻ വരുമോ? ഇത് ഗംഭീര പടമാക്കാം, ഇതിൽ കോടികളിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് എക്കാലത്തേലും മോഹൻലാൽ മരിച്ചു പോയാലും മോഹൻലാലിൻ്റെ പേരിലൊരു സ്മാരകമായിട്ട് ഈ ബറോസ് നിൽക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാർ കൊണ്ടുവന്ന് ചാടിച്ചത് ഈ പാവത്തിനെ. അപ്പോൾ ഇങ്ങനൊരു വിധിയിൽ മോഹൻലാലിനെ എത്തിക്കരുത് നിങ്ങളാരും. മോഹൻലാൽ, ഞാൻ പറയണ നോക്ക്, നിങ്ങൾ ഒരു കാരണവശാലും സ്വന്തമായി പടം എടുക്കണ്ട. കിട്ടണ കാശ് കയ്യിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മകന് 10 പൈസയുടെ ആവശ്യമില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും നമ്മൾ ഈ കാശ് കൊണ്ടിങ്ങനെ നശിപ്പിക്കരുത്. അത് താങ്കൾ ഈ സിനിമയോട് ചെയ്യുന്ന ആത്മാർത്ഥതയും നിങ്ങളുടെ സത്യസന്ധതയും, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ ഒരു സംവിധായകൻ ജെയിംസ് ജോയ് പറഞ്ഞു കേട്ടു, നിങ്ങൾ ഒരു 2 മണിക്കൂർ, ഒരു അരമണിക്കൂറാണ്ട് സമയം ആ അദ്ദേഹത്തിന് വേറെ ഏതോ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു ഫംഗ്ഷന് പോകണം. ഒരു നിറപ്പറയുടെ ഷൂട്ടിങ്, നിറപ്പറയുടെ ഒരു ഏഡ് നടന്നുകൊണ്ടിരിക്കുക. ആ സംവിധായകനോട് വന്ന് പറയാം, മോനെ ഞാനിന്നൊരു 2 മണിക്കൂർ നേരത്തെ പോയിക്കോട്ടെ, ഞാൻ നാളെ കാലത്ത് 2 മണിക്കൂർ നേരത്തെ വരാം. അവരോട് എത്രയോ പറഞ്ഞു, മോനെ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഷൂട്ടിങ്ങിലാന്ന്. അവർക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ട മോനെന്ന്. അപ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞാൽ എന്താ പറയുക, സാറ് പോ സാറേ, നമുക്ക് ഈ പടം ഇപ്പോൾ 2 മണിക്കൂർ സാറോട് നിന്നാൽ ഈ ഏഡ് തീരില്ല, നാളേക്ക് വേണ്ടി വരും. അതിനുവേണ്ടി സാറ് നാളെ നേരത്തെ വരും വേണ്ട, സാറ് പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം 8 മണിക്കാണ് വരാമെന്ന് പറഞ്ഞത്. ആളെ 7:30 അവിടെ എത്തി. ഡയറക്ടർ വന്ന് 8 മണിക്കാണ്. ഡെഡിക്കേഷൻ നോക്കണേ. അതാണ് അന്നിപ്പോൾ മോഹൻലാലിന് പറയാം, പാക്കപ്പ് ചെയ്യട്ടെ, എനിക്ക് വേറെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോകാം. ഈ ഡയറക്ടറെ മോനെന്നും വിളിക്കേണ്ട, പഞ്ചാരി നിൽക്കണ്ട, മണി അടിക്കണ്ട. അതാണ് മോഹൻലാൽ. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്ററാണ്. അത്ര നല്ല മനുഷ്യനാണ്.
അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാകണ കാശ് ഇങ്ങനെയുള്ള ബറോസ് പോലുള്ള പടങ്ങളിൽ നശിപ്പിക്കരുതെന്ന് എനിക്ക് വിനീതമായുള്ള അപേക്ഷയുണ്ട്. അതിപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. മോഹൻലാൽ ഇല്ലാണ്ടായിരിക്കുമ്പോൾ മലയാളികൾ മനസ്സിലാക്കും അത്. മോഹൻലാലിൻ്റെ മെഗട്ടി ആരും ഒന്നും കയറാണ്ടിരിക്കുക. പാവം മനുഷ്യന് 100% ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് കാണാൻ അദ്ദേഹം ഈ ബറോസിന് വേണ്ടി 100 കോടി രൂപ മുടക്കിയത്. ഇനിയിപ്പോൾ 10 രൂപ പോലും അദ്ദേഹത്തിന് തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണാട മേടിക്കുന്ന ഇതിൽ വല്ല 30 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വല്ല 10 പൈസ കിട്ടിയാലായി. എന്നാലും പടം വിജയിക്കാനായിട്ട് ആശംസിക്കുന്നു. ആശംസിച്ചിട്ട് കാര്യമില്ല. പടം പൊട്ടി പൊളിഞ്ഞ് നാശകോശമായി മാറി. ഒരാൾ പടത്തിന് കാണാൻ കയറുന്നില്ല. ഒഴിഞ്ഞ തിയേറ്ററാണ്. ഞാൻ പോയപ്പോൾ ആകെ 10 ആളും വെച്ചിട്ടാണ് പടം കാണിച്ചത്. എനിക്ക് സങ്കടം തോന്നിയത് കണ്ടപ്പോൾ. അപ്പം ഓരോ നടന്മാരുടെ അവസ്ഥയാണ്. ഇതുപോലെ സിനിമ പിടിച്ച് പൊളിഞ്ഞ ആൾക്കാർ എത്രയുണ്ടെന്നറിയാം. രതീഷ്, മലയാളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ തമിഴിൽ വിശാലിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് നല്ല നടനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കടത്തിൻ്റെ മുകളിൽ കട, ഒരു കാർ പോലും സ്വന്തമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ അയാളുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറയണത്, നമ്മൾ അഭിനയിക്കുക, ആ പൈസ വാങ്ങിക്കുക, വീട്ടിൽ വന്ന് സുഖമായി ഭാര്യയും മക്കളുടെയും കൂടി കിടന്നുറങ്ങുക, സമാധാനമായി കിടന്നുറങ്ങുക. നാളെ ഷൂട്ടിംഗ് ഉണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കണ്ട. അതുപോലെ നമ്മൾ അഭിനയിച്ച പടങ്ങൾ 100 ദിവസം കളിച്ചോ 200 ദിവസം കളിച്ചോ അത് പൊളിഞ്ഞോ എന്നുള്ള ടെൻഷനും വേണ്ട. ആ പടത്തിൻ്റെ ഭാവി അത് ആ പടം. ആ പടത്തിൽ നമുക്ക് റോളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിലൊരു ബാധ്യതയില്ല. പൊളിഞ്ഞാലും ബാധ്യതയില്ല, അത് വിജയിച്ചാലും നമുക്ക് ബാധ്യതയില്ല. അപ്പോൾ ഇനിയും ഈ കൂട്ടുകാർ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും കേൾക്കുക, ചെറിച്ച് കേൾക്കുക. മോഹൻലാൽ ചെറിച്ച് കേൾക്കുക. എന്നിട്ട് ഈ ചെവിട്ടിയോടെ കേട്ടിട്ട് ഈ ചെവിട്ടിയോടെ വിടുക. അത് അവരറിയില്ല. ചോദിക്കുമ്പോൾ പറയാം ചെയ്യാം 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 ചെയ്യാം. എത്രയോ നല്ല കഥകൾ. അതുപോലെ തന്നെ ഈ മെഗാ പടങ്ങളിലുണ്ടല്ലോ, ലൂസിഫർ പോലെയുള്ള പടങ്ങൾ, അങ്ങനെയുള്ള പടങ്ങളിൽ 3 മാസം, 6 മാസം, 9 മാസം, 10 മാസം, 1 കൊല്ലം, 2 കൊല്ലം ഷൂട്ടിങ് മൾട്ടി ലാംഗ്വേജ് പടത്തിൽ ലാലേട്ടൻ അഭിനയിക്കാണ്ടിരിക്കുക. ലാലേട്ടൻ മലയാളത്തിൻ്റെ നടനാണ്. മലയാളത്തിൻ്റെ പടം ഇവിടെ അഭിനയിച്ച പടങ്ങൾ അവിടെ ഓടിക്കോളും. അതിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തിട്ട് കോടികൾ ചെലവ് ചെയ്യാനോ അതിൻ്റെ പിന്നാലെ ഓടാനോ ടെൻഷൻ പിടിച്ച് പല നാട്ടുകളിലേക്ക് പോകാനോ അവിടെ കിടന്ന് കഷ്ടപ്പെടാനോ ഇതൊക്കെ നിങ്ങളുടെ ആയുസ്സിനെ ബാധിക്കും. നിങ്ങളൊരു 100 വയസ്സ് വരെ അഭിനയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ മലയാളത്തിലെ സത്യൻ അന്തിക്കാടിനെ പോലെയുള്ള ലളിതമായ പടങ്ങളിൽ ലളിതമായി സന്തോഷമായി വളരെ ആനന്ദകരമായി അഭിനയിക്കുക. അത് നമുക്ക് കാണുമ്പോൾ അതിനേക്കാളും സന്തോഷം. സത്യൻ അന്തിക്കാടിൻ്റെ പടം വരുന്ന പറയുമ്പോൾ നമ്മൾ എത്ര ആഗ്രഹിക്കണമെന്ന് അറിയാം. അത് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്രയാണെന്നുള്ളത്. അതുപോലെ ഇതുപോലെയുള്ള കോടികൾ 100 കോടി 200 കോടി രൂപ ചെലവ് ചെയ്തുള്ള പടങ്ങളിൽ ലാലേട്ടൻ അഭിനയിക്കുന്നത്, അങ്ങനെയുള്ള പടങ്ങളിൽ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. വാലിബൻ കണ്ടില്ലേ, അറബിക്കടലിലെ സിംഹം കണ്ടില്ലേ, ഇപ്പോൾ ബറോസ് കണ്ടില്ലേ, വേറെ എത്ര പടങ്ങളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആശീർവാദ് പിടിച്ച പല പടങ്ങളും വിജയിച്ച പടങ്ങളെക്കാളും കൂടുതൽ പൊളിഞ്ഞ പടങ്ങളാണ്. കോടികൾ നഷ്ടമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ തന്നെ എന്തോരം കട ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ലാലേട്ടന് മാത്രമേ അറിയുള്ളൂ. എൻ്റെ കണക്കുള്ള ലാലേട്ടൻ വലിയ കടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യനെ അധ്വാനിച്ച് കൊണ്ടുവരാറുള്ളൂ. ഈ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 കോടി രൂപ ബറോസിൽ നഷ്ടപ്പെട്ടാൽ, മോഹൻലാൽ സ്വന്തം പ്രൊഡക്ഷനത് 100 കോടി രൂപ മോഹൻലാൽ നഷ്ടപ്പെട്ടാൽ, അപ്പോൾ 10 പടത്തിൻ്റെ അഭിനയിച്ച കാശ് പോയ ആ പടത്തിൽ അഭിനയിച്ച കിട്ടാവുന്ന ഒരു 10 കോടി കൂടി പോയ. അതാണ് നമുക്ക് വരവിലേക്കാൾ കൂടുതൽ ചിലവുകളാണ് ലാലേട്ടന് നടക്കുന്നത്. ശ്രദ്ധിക്കുക. ഒരിക്കലും വിശാലിൻ്റെ ഗതി വരാണ്ടിരിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഇനി എത്ര ജന്മം ഉണ്ടായാലും ലാലേട്ടനെ പോലെ ഒരു ജന്മം ഒരു സിനിമാ ലോകത്ത്, മലയാള സിനിമാ ലോകത്ത് ഉണ്ടാവില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ്. ഓക്കെ.